എല്ലാവർക്കും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ന് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇന്ന് 1201 ആണ്ട് കന്നിമാസം 28 തീയതി 14/10/2025. ആദ്യമായി നമുക്ക് ഇന്നത്തെ മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചൊവ്വ നമുക്കെല്ലാവർക്കും കുറച്ച് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ്. എന്നാൽ കായികമായ കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായ ഒരു ദിവസമാണ്. അല്ലെ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാനൊക്കെ വളരെ അനുകൂലമായ ദിവസമാണ്. കേസ് വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും ചൊവ്വാഴ്ച. അപ്പോൾ നമുക്കിന്ന് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. ചില നിയമപരമായ കുരുക്കിൽ പെട്ടുകിടക്കുന്ന സംഗതികളൊക്കെ ഒന്ന് അയഞ്ഞു വരാനായിട്ട് സാധ്യത കാണുന്നു. അതേപോലെ തന്നെ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. കേസെല്ലാം വളരെ അനുകൂലമായി അനായാസേന ചർച്ച ചെയ്യാനും പരിഹാരം കാണാനുമൊക്കെ പറ്റുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. വാഹനം ഉപയോഗിക്കുന്നവർക്ക് ഇന്ന് അത്ര അനുകൂലമായ ദിവസമായിരിക്കുകയില്ല. ചില തട്ടലും ഉരസലും ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു. അതേപോലെ ബാങ്കുമായി ബന്ധപ്പെട്ട് ചില വായ്പകളൊക്കെ ശ്രമിക്കുന്നവർക്ക് നിരാശാജനകമായ ഒരു മറുപടി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒന്നില്ലെങ്കിൽ പൂർണ്ണമായി ലഭിക്കുകയില്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തരത്തിലുള്ള ഏതെങ്കിലും ഒരു മറുപടി മനസ്സിന് വിഷമം ഉണ്ടാക്കിയേക്കാം. പ്രാർത്ഥിക്കുക, അത് വീണ്ടും അനുകൂലമായി വരുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അത്ര അനുകൂലമായൊരു ദിവസം ആയിരിക്കുകയില്ല. IT ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളുമൊക്കെ ലഭിക്കാനായിട്ട് സാധ്യത കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ ദൂരയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് പ്രതികൂലമായ മറുപടി ലഭിച്ചേക്കാൻ സാധ്യതയുണ്ട്. വിവാഹാദി കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനിരിക്കുന്നവർക്ക് കുറച്ച് നീണ്ടുപോകാൻ സാധ്യതയുള്ള ചില മറുപടികളൊക്കെ ലഭിച്ച് മനസ്സൊന്ന് വിഷമിക്കാനൊക്കെ സാധ്യതയുണ്ട്. കമിതാക്കൾക്ക് വളരെ വിപരീതമായ ഫലങ്ങളുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. മാനസികമായി സംഘർഷം അനുഭവിക്കുന്നവർക്ക് ഇന്ന് ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. ശാരീരിക ക്ലേശമുള്ളവർക്ക്, പ്രത്യേകിച്ച് വാദസംബന്ധമായ വേദനകളൊക്കെ ഉള്ളവർക്ക് അത് വർദ്ധിക്കാനായിട്ട് സാധ്യത കാണുന്നു. എന്നാൽ അതിന് വളരെയധികം സഹായകരമായ ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ ലഭിക്കാനായിട്ടും സാധ്യത കാണുന്നു. ദീർഘകാലമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കും സാധ്യതയുണ്ട് എന്ന് മറുപടി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. പ്രതീക്ഷകൾ കൈവിടാതെ മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. ഗുണാധിക്യമാണ് കാണുന്നത്. വസ്തു വാങ്ങൽ, കൊടുക്കൽ, വാഹനം വിൽക്കൽ, വാങ്ങൽ ഒക്കെ ആലോചിച്ചിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ചെറിയ ജോലികൾ ചെയ്യുന്നവർക്ക്, ഉദാഹരണമായി ലോട്ടറി വെക്കുക അങ്ങനെയൊക്കെയുള്ള വലിയ ആയാസകരമല്ലാത്ത ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് വളരെ നല്ല ഒരു ദിവസമായിരിക്കും. അതേപോലെ കായികാധ്വാനം ചെയ്യുന്നവർക്ക്, അധ്വാനിക്കുന്നവർക്ക്, സാധാരണ ജോലികളെല്ലാം ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗക്കാർക്കും ഇന്ന് ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. പ്രോത്സാഹനാത്മകമായ ഒരുപാട് അഭിനന്ദനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ഭക്ഷണത്തിൽ നിന്നുള്ള ഭക്ഷ്യവിഷബാധ ഏൽക്കാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ദൂരയാത്രയ്ക്ക് പോകുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർതം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം
ഈശ്വരാധീനമുള്ള ഒരു ദിവസമായിരിക്കും. മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾക്ക് അയവ് വരുന്ന ഒരു ദിവസമായിരിക്കും. ബന്ധുസമാഗമം കൊണ്ട് മനസ്സ് സന്തോഷിക്കാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് അറിയുന്ന നിമിഷങ്ങൾ വളരെ സമാധാനപരമായ വളരെ സന്തോഷത്തോടു കൂടി അഭിമുഖീകരിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ തന്നെ മത്സര പരീക്ഷകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ കന്നുകാലികളെ വളർത്തുന്നവർക്ക്, കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. കാർഷിക രംഗത്തുള്ള എല്ലാവർക്കും ഇന്ന് നിരാശ ഉണ്ടാകുന്ന ചില സംഭവ വികാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ തരത്തിലും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചൊവ്വാഴ്ചയാണ്. എല്ലാവരും ദേവിയെ അല്ലെങ്കിൽ ദേവീ പ്രാർത്ഥന ആണ് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ളത്. ദേവി എന്ന് പറഞ്ഞാൽ അത് ചാമുണ്ടിയോ അല്ലെങ്കിൽ മന്ദാകിനിയോ അല്ലെങ്കിൽ ഭദ്രകാളിയോ ആരുമാകാം, ദുർഗയോ ഒക്കെ ആകാം. ദുർഗാ പ്രാർത്ഥന നിങ്ങൾക്ക് ഗുണം തരും. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. കർക്കിടകക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. ചെറിയ വീഴ്ച, ഒടിവ്, ചതവ്, മുറിവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിസ്സാരമായിട്ട് അത് പോകും. ഏതായാലും വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ബെൽറ്റൊക്കെ ഇട്ട് ഓടിക്കുക. അതേപോലെ ഹെൽമെറ്റൊക്കെ വെച്ച് വാഹനം ഓടിക്കേണ്ടത് അത്യാവശ്യമാണ്. നടക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കുക. നമുക്ക് വളരെ കംഫർട്ടബിളായിട്ടുള്ള പാദരക്ഷയൊക്കെ ഉപയോഗിക്കണം. ചെറിയ വീഴ്ചയ്ക്കൊക്കെ സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ബന്ധുക്കളിൽ ചിലർക്ക് ശാരീരിക ക്ലേശം അനുഭവിക്കുന്ന കണ്ട് ചില മാനസിക സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ട്. ദൂരയാത്രയ്ക്ക് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ മേലധികാരികളിൽ നിന്ന് ചില വിമർശനങ്ങൾ നേരിടാനായി ആയില്യ നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇതേ പ്രശ്നം നേരിടാൻ സാധ്യതയുണ്ട്. അതേപോലെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. എന്നാൽ മേലധികാരികളിൽ നിന്ന് വിമർശനത്തിന് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കിന്ന് അനുകൂലമായ ദിവസമായിരിക്കും. യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ചിങ്ങക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ ദിവസമാണ്. പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്കാണ് അനുകൂലമായിരിക്കുന്നത്. ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തുന്നവർക്ക് വളരെയധികം ആശ്വാസകരമായ ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് മുക്തി കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത് തുടരുന്നതായി കാണുന്നു. ജീവിതത്തിൽ ഒരുപാട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കുട്ടികളെക്കുറിച്ചൊക്കെ ഒരുപാട് നല്ല തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളാനായിട്ട് സഹായം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഈശ്വര പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ക്ഷേത്ര ദർശനങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. ദേവീക്ഷേത്ര ദർശനം വളരെയധികം എനർജി തരുന്ന ഒരു ദിവസമായിരിക്കും. എല്ലാവരും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും. അതുപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കലാകാരന്മാർക്കൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ചില നിയമപ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അല്ല നിയമപരമായ ജോലികൾ ചെയ്യുന്നവർക്കൊക്കെ ചില സംഘർഷങ്ങളും ചില വാർണിംഗ് അല്ലെങ്കിൽ മുന്നറിയിപ്പ് ഒക്കെ ലഭിക്കുന്നതും കുറച്ച് അസ്വസ്ഥത ഉണ്ടാകുന്നതുമൊക്കെ ആയിട്ട് കാണുന്നു. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. കന്നിക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് ഉള്ളത്. പങ്കാളിക്ക് ചില അസുഖങ്ങളൊക്കെ പിടിപെടാനും അതുമൂലം മനക്ലേശം ഉണ്ടാകാനും ഒക്കെ സാധിക്കും. ചിലപ്പോൾ പങ്കാളിയുടെ അസുഖം വർദ്ധിക്കാനുമൊക്കെ സാധ്യതയുണ്ട്. അതേപോലെ സ്വന്തമായും ചില അസുഖങ്ങൾ ഉണ്ടാകാനായിട്ടൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. അല്ലെങ്കിൽ ചില പരിശോധനകൾ പ്രതികൂലമായി വരികയും
അതിനോർത്ത് ബുദ്ധിമുട്ടുകയും മനപ്രയാസം അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നു. സന്താനങ്ങളെക്കുറിച്ചും കുറച്ച് ഉത്കണ്ഠയും മനപ്രയാസവുമൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ്. കുട്ടികളെ വളരെ സ്നേഹിക്കേണ്ടത് അത്യാവശ്യമാണ്. അമിതമായ ലാളിച്ച് അവരെ ജീവിക്കാൻ കൊള്ളാത്തവരാക്കി വിടാൻ മാതാപിതാക്കൾക്കൊരു പ്രവണത ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായും അവരവരുടെ കാര്യം നോക്കാൻ 12 വയസ്സ് മുതൽ പ്രാപ്തരാണ്. ഒരുപാട് സ്നേഹിച്ച് പൊസസീവ് ആകാതെ കുട്ടികളെല്ലാം സ്വതന്ത്രമാക്കി വിടുക. അതേപോലെ അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുകയും വേണം. എന്നാൽ അവർക്ക് ഒരുപാട് കർശനങ്ങളും ചിട്ടകളുമൊന്നും വയ്ക്കാതെ വളരെ ശ്രദ്ധയോടുകൂടി അവരെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇതെല്ലാവർക്കും വേണ്ടി പൊതുവായി പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം കുട്ടികളിൽ നിന്ന് ഇതുപോലെയുള്ള ചില സ്വഭാവ വൈകല്യങ്ങൾ കൊണ്ട് കുറച്ച് മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ്. അടുത്തതായി നമുക്ക് തുലാരാശിക്കാരുടെ ഫലം പരിശോധിക്കാം. തുലാരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണകരമായ ഒരു ദിവസമായി കാണുന്നു. ധാരാളം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്വം വരുന്നതുകൊണ്ട് ചില ജോലി ഭാരമുള്ളതായി തോന്നുമെങ്കിലും വളരെ സംതൃപ്തിയോടുകൂടി എല്ലാ ജോലിയും പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. വൈവാഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, അല്ലെ സദ്യ വട്ടങ്ങൾ ഒരുക്കുന്നവർക്ക്, ഹോട്ടൽ നടത്തുന്നവർക്കൊക്കെ ഇന്ന് പ്രതികൂലമായ ഒരു ദിവസമായിരിക്കും. ചില മാനസിക സംഘർഷങ്ങൾ വന്നു ചേരാനും ചില നിയമങ്ങളെ നേരിടാനുമൊക്കെ സാധ്യത കാണുന്നതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ്. അടുത്തതായി അവരുടെ ആരോഗ്യസ്ഥിതി വഷളായി കാണുന്നു. അതിനും വളരെ ശ്രദ്ധയോടുകൂടി വേണ്ട തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ തേടേണ്ടതാണ്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. സാധാരണ ജീവിതം നയിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാതെ ഇരിക്കുന്നവർക്കൊക്കെ ഇന്ന് അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങളൊക്കെ വരാനും അതേപോലെ എന്തെങ്കിലും ജോലി ലഭിക്കാനുള്ള പ്രതീക്ഷ വരാനുമൊക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ഫലം വളരെയധികം അനുകൂലമായി കാണുന്നു. എന്നാൽ ചില ശാരീരിക പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഒക്കെ അലട്ടാനായിട്ട് സാധ്യതയുണ്ട്. മാനസികമായി വീക്കായിരിക്കുന്ന വ്യക്തികൾക്ക് ചില തീരുമാനങ്ങളും ചില ആൾക്കാരുടെ പ്രതികരണങ്ങളും ഒക്കെ കൊണ്ട് മനസ്സിന് വിഷമത നേരിടാനായിട്ട് സാധ്യത കാണുന്നു. ശാരീരിക ക്ലേശങ്ങളുള്ളവർക്ക് അത് ഒന്ന് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ അതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യത്തിലും സാമ്പത്തികമായി വളരെ നല്ല ഒരു ദിവസമായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും വളരെ ലാഭം കിട്ടുന്ന ദിവസമാണ്. പങ്കാളിക്ക് ധാരാളം ലാഭം കിട്ടിയിട്ട് അവരുമായി സന്തോഷം പങ്കുവയ്ക്കാനൊക്കെ പറ്റുന്ന ഒരു ദിവസമായിരിക്കും. ബന്ധുമിത്രാദികളിൽ നിന്ന് വളരെയധികം സഹകരണവും സ്നേഹവും ഒക്കെ അനുഭവിച്ച് അവരോട് മനസ്സിൻ്റെ ടെൻഷനൊക്കെ ഷെയർ ചെയ്ത് വളരെ ആശ്വാസം ലഭിക്കുന്ന ഒരു വൈകുന്നേരമാണ് നിങ്ങൾക്ക് മുന്നിൽ ഇന്നുള്ളത്. അതേപോലെ ഈശ്വര പ്രാർത്ഥന മുടക്കാതെ ഇരിക്കുക. ഇന്ന് ദുർഗാദേവിയെ പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. എന്നാൽ അനാവശ്യമായ സംസാരം മൂലം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും മനപ്രയാസം ഉണ്ടാകാനും കലഹങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. ആത്മനിയന്ത്രണത്തോടു കൂടി മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അഹങ്കാരം എന്ന് പറയുന്ന വികാരം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ അഹങ്കാരം നമ്മൾ അടക്കി വയ്ക്കുക. അഹങ്കാരം എന്ന് പറയുന്ന അവസ്ഥ ഞാനെന്ന ഭാവമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈശ്വരൻ്റെ മുമ്പിൽ, പരമാത്മാവിൻ്റെ മുമ്പിൽ നമ്മളൊന്നുമല്ല, ഒരു വലിയ പൂജ്യം മാത്രമാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഉള്ള ചിന്തകളൊക്കെ ഒഴിവാക്കുക. അല്ലാത്ത പക്ഷം ബന്ധുമിത്രാദികളുമായിട്ടും അല്ലെങ്കിൽ മക്കളുടെ ബന്ധുക്കൾ, വിവാഹം മൂലം ഉണ്ടാകുന്ന ബന്ധുക്കൾ, അവരുമായിട്ടൊക്കെ
പ്രശ്നങ്ങളുണ്ടാകാനും വഴക്കുണ്ടാകാനും അത് കുട്ടികളുടെ ജീവിതത്തെ ബാധിക്കാനുമൊക്കെ സാധ്യത തെളിയുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സാമ്പത്തികമായി നല്ല മെച്ചപ്പെട്ട ദിവസമായിരിക്കും. പ്രതീക്ഷിച്ചിരിക്കാതെ കുറച്ച് ധനം വന്നു ചേരുന്ന ദിവസമായിരിക്കുമെന്ന്. കാലിനോ കൈക്കോ അസുഖമുള്ളവർക്ക് തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് വഴി തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ശാരീരികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ലഭിക്കുന്ന ദിവസമാണ്. അതേപോലെ ഏതെങ്കിലും റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക്, പരീക്ഷാഫലം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്ക് വളരെ നല്ല ദിവസമാണ്. എന്നാൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില വാണിങ്ങുകളൊക്കെ കിട്ടാനായിട്ട് സാധ്യത തെളിഞ്ഞു കാണുന്നു. സന്താനങ്ങളെ കൊണ്ട് വളരെയധികം സന്തോഷം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദേശ ജോലി അന്വേഷിക്കുന്നവർക്ക് ഒക്കെ ഇന്ന് നല്ല അനുകൂലമായൊരു ദിവസമായി കാണുന്നു. ബന്ധുക്കളുടെ ഏതെങ്കിലും ചടങ്ങിൽ പങ്കെടുത്ത്, നല്ല ചടങ്ങിൽ പങ്കെടുത്ത് എല്ലാ ബന്ധുക്കളുമായി സന്തോഷം പങ്കിടാനും മൂലം നക്ഷത്രക്കാർക്ക് സാധ്യത കാണുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും നാളെ കാണാം. അതുവരെ സർവേശ്വരൻ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.